നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിയിലെ PYQ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1996, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 2006. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 1996 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1996. അടുത്ത ചോദ്യം, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെ തുകയാണ്. ഓപ്ഷൻ എ വികസനം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും പരസ്പര പ്രവർത്തനത്തിന്റെയും ആകെ തുകയാണ്. ഓപ്ഷൻ ബി വികസനം തുടർച്ചയായതും ക്രമാനുഗതമാണ്. വികസനം തുടർച്ചയായതുമാണ് ക്രമാനുഗതവുമാണ്. ഓപ്ഷൻ സി വികസനം സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നടക്കുന്നു. ഓപ്ഷൻ സി വികസനം സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നടക്കുന്നു. ഓപ്ഷൻ ഡി വികസനം പ്രവചിക്കുവാൻ സാധിക്കും. ഓപ്ഷൻ ഡി എന്താണ്? വികസനം പ്രവചിക്കുവാൻ സാധിക്കും. അപ്പം ആൻസർ എന്തായിരിക്കും? വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. വികസനം സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് നടക്കുന്നു. വികസനം സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കല്ല നടക്കുന്നത്, അല്ലെ? വികസനം സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കാണ് നടക്കുന്നത്. ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ പൊതുവായ ബുദ്ധി, ഓപ്ഷൻ ബി സംഗീതപരമായ ബുദ്ധി, ഓപ്ഷൻ സി പ്രകൃതിപര ബുദ്ധി, ഓപ്ഷൻ ഡി ശാരീരികപരമായ ബുദ്ധി. ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രധാനപ്പെട്ടതുമാണ്, എന്നാൽ ഈസിയുമാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്, അല്ലേ? ഓപ്ഷൻ എ ആണ്, പൊതുവായ ബുദ്ധിയാണ്. അങ്ങനെ ഒരു ബുദ്ധി ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഇല്ല, അല്ലേ? അപ്പോൾ സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ശാരീരികപരമായ ബുദ്ധി, ഇതൊക്കെ ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പൊതുവായ ബുദ്ധി. നാലാമത്തെ ചോദ്യം, പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ ബന്ധനത്തിന് മുൻപ് നായക്ക് നൽകിയിരുന്ന ഇറച്ചി അറിയപ്പെട്ടിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ ബന്ധനത്തിന് മുൻപ് നായക്ക് നൽകിയിരുന്ന ഇറച്ചി അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ കണ്ടീഷൻഡ് ചോദകം, ഓപ്ഷൻ ബി കണ്ടീഷൻഡ് പ്രതികരണം, ഓപ്ഷൻ സി അൺകണ്ടീഷൻഡ് ചോദകം, ഓപ്ഷൻ ഡി അൺകണ്ടീഷൻഡ് പ്രതികരണം. ഓപ്ഷൻ എ കണ്ടീഷൻഡ് ചോദകം, ഓപ്ഷൻ ബി കണ്ടീഷൻഡ് പ്രതികരണം, ഓപ്ഷൻ സി അൺകണ്ടീഷൻഡ് ചോദകം, ഓപ്ഷൻ ഡി അൺകണ്ടീഷൻഡ് പ്രതികരണം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, അൺകണ്ടീഷൻഡ് ചോദകമാണ്. അൺകണ്ടീഷൻഡ് ചോദകം. അടുത്ത ചോദ്യം, ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നത്? ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നുണ്ട്. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നത്? ഓപ്ഷൻസ്, വികസനം പ്രവചനീയമാണ്. ഓപ്ഷൻ ബി വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി വികസനം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഓപ്ഷൻ ഡി വികസനത്തിന്റെ ഗതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഓപ്ഷൻസ്, വികസനം പ്രവചനീയമാണ്, വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു, വികസനം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, വികസനത്തിന്റെ ഗതിയിൽ വ്യത്യാസങ്ങളുണ്ട്. ആൻസർ ഏതായിരിക്കും? കുട്ടി കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ വരുന്നത്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്.
അടുത്ത ചോദ്യം, പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക. ഏതെല്ലാമാണ് പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങൾ? പരികൽപ്പനയുടെ രൂപീകരണം, പ്രശ്നം തിരിച്ചറിയൽ, വിവരശേഖരണം, നിഗമനത്തിലെത്തിച്ചേരൽ. ഇത് ക്രമമായിട്ടല്ല തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ക്രമമായി രേഖപ്പെടുത്തണം. അതിന്റെ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ വിവരശേഖരണം, നിഗമനത്തിലെത്തിച്ചേരൽ, പ്രശ്നം തിരിച്ചറിയൽ, പരികൽപ്പനയുടെ രൂപീകരണം. ഓപ്ഷൻ ബി പ്രശ്നം തിരിച്ചറിയൽ, വിവരശേഖരണം, പരികൽപ്പനയുടെ രൂപീകരണം, നിഗമനത്തിൽ എത്തിച്ചേരൽ. ഓപ്ഷൻ ഡി പ്രശ്നം തിരിച്ചറിയൽ, പരികൽപ്പനയുടെ രൂപീകരണം, വിവരശേഖരണം, നിഗമനത്തിൽ എത്തിച്ചേരൽ. ഒന്നോടെ, ഓപ്ഷൻ ഡി പ്രശ്നം തിരിച്ചറിയൽ, പരികൽപ്പനയുടെ രൂപീകരണം, വിവരശേഖരണം, നിഗമനത്തിൽ എത്തിച്ചേരൽ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രശ്നം തിരിച്ചറിയണം നമ്മൾ ആദ്യം, അതിനുശേഷം പരികൽപ്പന രൂപീകരിക്കണം, വീണ്ടും വിവരശേഖരണം വരണം, നെക്സ്റ്റ് എന്താണ്? നിഗമനത്തിൽ എത്തിച്ചേരൽ. അപ്പൊ പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങൾ അതാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, 8 വയസ്സ് പ്രായമായ മനുവിന് വസ്തുക്കളെ അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും. പിയാഷയുടെ അഭിപ്രായത്തിൽ മനുവിനുള്ള കഴിവ് ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ എ റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ബി ശ്രേണീകരണം, ഓപ്ഷൻ സി സ്ഥിരത, ഓപ്ഷൻ ഡി സന്തുലീകരണം. ഓപ്ഷൻ എ റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ബി ശ്രേണീകരണം, ഓപ്ഷൻ സി സ്ഥിരത, ഓപ്ഷൻ ഡി സന്തുലീകരണം. ഏതിലാ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രേണീകരണം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ എ സുഖതത്വം, ഓപ്ഷൻ ബി യാഥാർത്ഥ്യബോധ തത്വം, ഓപ്ഷൻ സി സാൻമാർഗിക തത്വം, ഓപ്ഷൻ ഡി അസ്വാഭാവിക തത്വം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം, യാഥാർത്ഥ്യബോധ തത്വം, സാൻമാർഗിക തത്വം, അസ്വാഭാവിക തത്വം. ഓപ്ഷൻ ഏതിലായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്, സുഖതത്വം. ഓപ്ഷൻ എ സുഖതത്വം. അടുത്ത ചോദ്യം, മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യമേത്? മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യമേതാണ്? ഓപ്ഷൻ എ ബൗദ്ധികം, ഓപ്ഷൻ ബി ശാരീരശാസ്ത്രപരം, ഓപ്ഷൻ സി ബഹുമാനം, ഓപ്ഷൻ ഡി സുരക്ഷ. ഏറ്റവും താഴെയുള്ളത് ഏതാണ്? ശാരീരികപരം, ശാസ്ത്രപരമാണ്. അടുത്ത ചോദ്യം, പിയാഷെ തന്റെ സിദ്ധാന്തത്തെ പൊതുവായി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ കണ്ടീഷനിങ് തിയറി, ഓപ്ഷൻ ബി ജനറ്റിക് എപ്പിസ്റ്റമോളജി, ഓപ്ഷൻ സി റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ഡി ഹ്യൂമനിസ്റ്റിക് തിയറി. ഓപ്ഷൻ എ കണ്ടീഷനിങ് തിയറി, ഓപ്ഷൻ ബി ജനറ്റിക് എപ്പിസ്റ്റമോളജി, ഓപ്ഷൻ സി റിവേഴ്സിബിലിറ്റി, ഓപ്ഷൻ ഡി ഹ്യൂമനിസ്റ്റിക് തിയറി. ആൻസർ ഏതായിരിക്കും? പിയാഷെയുടെ സിദ്ധാന്തത്തെ എന്തിലാണ് പൊതുവായി വിശേഷിപ്പിച്ചിട്ടുള്ളത്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് പിയാഷെയുടെ സിദ്ധാന്തത്തെ വിശേഷിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ജനറ്റിക് എപ്പിസ്റ്റമോളജി. അടുത്ത ചോദ്യം, അഭിപ്രേരണയുടെ ആവശ്യകത സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ പോരായ്മ ആവശ്യമേത്? ഓപ്ഷൻ എ വൈജ്ഞാനികമായ ആവശ്യം, ഓപ്ഷൻ ബി സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി സുരക്ഷിതത്വ ആവശ്യം. ഓപ്ഷൻ എ വൈജ്ഞാനികമായ ആവശ്യം, ഓപ്ഷൻ ബി സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി സുരക്ഷിതത്വ ആവശ്യം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, സുരക്ഷിതത്വ ആവശ്യമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻ എ പ്രയാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കഠിന പ്രവർത്തികൾ നൽകുക. ഓപ്ഷൻ ബി അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക.
ഓപ്ഷൻ സി ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും വേണ്ടിവരുന്ന പ്രവർത്തികൾ നൽകുക. ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും വേണ്ടിവരുന്ന പ്രവർത്തികൾ നൽകുക. ഓപ്ഷൻ ഡി അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക. അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക. അപ്പോ പ്രയാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കഠിന പ്രവർത്തികൾ നൽകുക, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക, ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും വേണ്ടിവരുന്ന പ്രവർത്തികൾ നൽകുക, അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക. അപ്പൊ മന്ദപിടുതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏതായിരിക്കും? അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക എന്നതാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക. അടുത്ത ചോദ്യം, വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടയ്ക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? തോണ്ടയ്ക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഓപ്ഷൻ എ സന്നദ്ധത നിയമം, ഓപ്ഷൻ ബി പരിണാമ നിയമം, ഓപ്ഷൻ സി ഉപയോഗ നിയമം, ഓപ്ഷൻ ഡി നിരുപയോഗ നിയമം. ഓപ്ഷൻ എ സന്നദ്ധത നിയമം, ഓപ്ഷൻ ബി പരിണാമ നിയമം, ഓപ്ഷൻ സി ഉപയോഗ നിയമം, ഓപ്ഷൻ ഡി നിരുപയോഗ നിയമം. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടയ്ക്കിന്റെ ഇതിലെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പരിണാമ നിയമം. ഓപ്ഷൻ ബി ആണ് ആൻസർ, പരിണാമ നിയമം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. എറിക്സന്റെ സിദ്ധാന്തം അനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന സിദ്ധാന്തമാണ് ഓപ്ഷൻ എ സ്വേച്ഛാ പ്രതികരണവും സംശയവും, ഓപ്ഷൻ ബി മുൻകൈയെടുക്കലും കുറ്റബോധവും, ഓപ്ഷൻ സി സ്വത്വവും പ്രതിസന്ധിയും, ഓപ്ഷൻ ഡി കർമ്മോത്സുകതയും അപകർഷതയും. കർമ്മോത്സുകതയും അപകർഷതയും. ഏതാണ് ആൻസർ വന്നിട്ട്? ഓപ്ഷൻ ബി ആണ്, മുൻകൈയെടുക്കലും കുറ്റബോധവുമാണ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കുകയും വേഷവിധാനം ചെയ്യുകയും ചെയ്യുന്നത് മുൻകൈയെടുക്കലും കുറ്റബോധവുമാണ്. ഓപ്ഷൻ ബി ആണ്, മുൻകൈയെടുക്കലും കുറ്റബോധവും. ചോദ്യം, അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന ഒരു അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ബാഹ്യ അഭിപ്രേരണ, ഓപ്ഷൻ ബി ആന്തരിക അഭിപ്രേരണ, ഓപ്ഷൻ സി ആന്തരിക അഭിപ്രേരണയോ ബാഹ്യ അഭിപ്രേരണയോ അല്ല, ഓപ്ഷൻ ഡി ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും കൂടിച്ചേർന്നാണ്. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ആന്തരിക അഭിപ്രേരണയാണ് അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന ഒരു അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന അനുയോജ്യമായ രീതി ഏത്? ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻ എ ആത്യന്തിക മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി നിരന്തര മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി പ്രകടന മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. ഓപ്ഷൻ എ ആത്യന്തിക മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി നിരന്തര മൂല്യനിർണ്ണയം, ഓപ്ഷൻ സി പ്രകടന മൂല്യനിർണ്ണയം, ഓപ്ഷൻ ഡി നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന അനുയോജ്യമായ രീതിയാണ് ഓപ്ഷൻ ഡി ആണ്, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അടുത്ത ചോദ്യം, നേതൃപാടവവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുള്ള കുട്ടിയാണ് റാണി. അവൾക്കുള്ളത് ഏത് ബുദ്ധിയാണ്? നേതൃപാടവവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിവുമുള്ള കുട്ടിയാണ് റാണി. അവൾക്കുള്ളത് ഓപ്ഷൻ എ യുക്തിഗണിത ബുദ്ധി, ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപര ബുദ്ധി, ഓപ്ഷൻ സി വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. ഓപ്ഷൻ എ യുക്തിഗണിത ബുദ്ധി, ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപര ബുദ്ധി, ഓപ്ഷൻ സി വ്യക്തിയാന്തര ബുദ്ധി, ഓപ്ഷൻ ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. ഏത് ബുദ്ധിയായിരിക്കും ഉണ്ടാവുക? ഓപ്ഷൻ സി ആണ്, വ്യക്തിയാന്തര ബുദ്ധിയാണ്. ഓപ്ഷൻ സി വ്യക്തിയാന്തര ബുദ്ധി. അടുത്ത ചോദ്യം, പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അനുബന്ധമായ പഠന പ്രശ്നങ്ങളുമുണ്ട്. അവൾ അനുഭവിക്കുന്നത് ഡിസ്ലെക്സിയ,
ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഏത് ബുദ്ധിമുട്ടായിരിക്കും ആൻസർ വരിക? പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അനുബന്ധമായ പഠന പ്രശ്നങ്ങളുമുണ്ട്. വായനാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനനുബന്ധമായിട്ടുള്ള പഠന പ്രശ്നങ്ങളുമുണ്ട്. ഇത് ഏത് ഘട്ടത്തിലായിരിക്കും വരിക? ഓപ്ഷൻസ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ആൻസർ ഡിസ്ലെക്സിയ ആണ്. ഡിസ്ലെക്സിയ ഓപ്ഷൻ എ ആണ്. വായനാപരമായ ബുദ്ധിമുട്ടുകൾ ഡിസ്ലെക്സിയ. ലെക്സി പേന വെച്ചിട്ട് എഴുതിയത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ഡിസ്ലെക്സിയ. അടുത്ത ചോദ്യം, ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചത് ആരാണ്? ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആൽബർട്ട് ബന്ദൂര, ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി ഇവാൻ പാവ്ലോവ്, ഓപ്ഷൻ ഡി വില്യം വൂണ്ട്. ഓപ്ഷൻ എ ആൽബർട്ട് ബന്ദൂര, ഓപ്ഷൻ ബി കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി ഇവാൻ പാവ്ലോവ, ഓപ്ഷൻ ഡി വില്യം വൂണ്ട്. ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചത് ഓപ്ഷൻ ബി ആണ്. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ആണ്. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത്? കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത് എന്താണ്? കുട്ടികളുടെ സ്വഭാവം ആണ്. സ്വഭാവം പഠിക്കുന്നതിനായിട്ട്. ഓപ്ഷൻ എ നിരീക്ഷണം, ഓപ്ഷൻ ബി കേസ് പഠനം, ഓപ്ഷൻ സി പരീക്ഷണം, ഓപ്ഷൻ ഡി അഭിമുഖം. ഓപ്ഷൻ എ നിരീക്ഷണം, ഓപ്ഷൻ ബി കേസ് പഠനം, ഓപ്ഷൻ സി പരീക്ഷണം, ഓപ്ഷൻ ഡി അഭിമുഖം. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്. കേസ് സ്റ്റഡി ആണ് അല്ലെ, കേസ് പഠനമാണ് കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായിട്ട് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? അടുത്ത ചോദ്യമാണ്, വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഒരു യൂണിറ്റ് തീർന്നതിന് ശേഷം വിലയിരുത്തുക, ഓപ്ഷൻ ബി വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക, ഓപ്ഷൻ സി വിലയിരുത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം വിലയിരുത്തുക, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. വിലയിരുത്തലിനെ കുറിച്ചുള്ള സമീപനം ഏതായിരിക്കും? ഒരു യൂണിറ്റ് തീർന്നതിന് ശേഷം വിലയിരുത്താനാണ്? വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കാനാണോ? വിലയിരുത്തൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം വിലയിരുത്താൽ മതിയോ? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിട്ട്. വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക. വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ, ഓപ്ഷൻ ബി ടീച്ചറുടെ അംഗീകാരം, ഓപ്ഷൻ സി കൂട്ടുകാരുടെ സ്വാധീനം, ഓപ്ഷൻ ഡി രക്ഷകർതൃത്വ രീതികൾ. ഓപ്ഷൻ എ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ, ഓപ്ഷൻ ബി ടീച്ചറുടെ അംഗീകാരം, ഓപ്ഷൻ സി കൂട്ടുകാരുടെ സ്വാധീനം, ഓപ്ഷൻ ഡി രക്ഷകർതൃത്വ രീതികൾ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. സോഷ്യൽ മീഡിയയിലെ ഇടപെടലാണ് കുട്ടികളുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഇടപെടലാണ്. അതിൽ ടീച്ചറുടെ അംഗീകാരം നമ്മളെ സ്വാധീനിക്കുന്നതാണ്, കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. കൂട്ടുകാരുടെ സ്വാധീനം നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. രക്ഷകർതൃത്വ രീതികൾ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. പിന്നെ ഏതാണ്? സോഷ്യൽ മീഡിയയിലെ ഇടപെടലാണ് നമ്മുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്. തന്നിട്ടുള്ള വിവരങ്ങളെ ചെറു ഘടകങ്ങളായി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത്? അടുത്ത ചോദ്യം, തന്നിട്ടുള്ള വിവരങ്ങളെ ചെറു ഘടകങ്ങളാക്കി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ മൂല്യനിർണയം, ഓപ്ഷൻ ബി അപഗ്രഥനം, ഓപ്ഷൻ സി സംശ്ലേഷണം, ഓപ്ഷൻ ഡി ഉദ്ഗ്രഥനം. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് ചെറു ഘടകങ്ങളാക്കി വിശകലനം ചെയ്യുന്നത്? അപഗ്രഥന രീതിയാണ്. ആൻസർ ബി അപഗ്രഥന രീതി. അടുത്ത ചോദ്യം, ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിലെ 3 നിയമങ്ങൾ. ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിലെ 3 നിയമങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ഫല നിയമം,
ഓപ്ഷൻ ഫലനിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ഓപ്ഷൻ എ ഫലനിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ഓപ്ഷൻ ബി ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. ഓപ്ഷൻ സി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫലനിയമം. ഓപ്ഷൻ ഡി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, പ്രതികരണ നിയമം. ഏതായിരിക്കും ശ്രമപരാജയ സിദ്ധാന്തത്തിലെ 3 നിയമങ്ങൾ? ഓപ്ഷൻ സി ആണ് അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫല നിയമം. അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫല നിയമം. അടുത്ത ചോദ്യം, മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഏറ്റവും ഉയർന്ന ആവശ്യമേത്? മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യമേത്? ഏതെല്ലാമാണ്? ഓപ്ഷൻ എ അഹംബോധം, ഓപ്ഷൻ ബി സ്വയം ബഹുമാനം, ഓപ്ഷൻ സി സ്വത്വസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഈ ചോദ്യത്തിന് നമുക്ക് ഓപ്ഷന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? നമുക്കറിയാം ആൻസർ. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഏറ്റവും ഉയർന്ന ആവശ്യമാണ് സ്വത്വസാക്ഷാത്കാരം. സ്വത്വസാക്ഷാത്കാരം. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെടുന്നത്. ഓപ്ഷൻ എ മാനസിക വൈകല്യം, ഓപ്ഷൻ ബി ഗണിതപരമായ വൈകല്യം, ഓപ്ഷൻ സി വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം, ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. ഓപ്ഷൻ എ മാനസിക വൈകല്യം, ഓപ്ഷൻ ബി ഗണിതപരമായ വൈകല്യം, ഓപ്ഷൻ സി വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം, ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു, ഏതായിരുന്നു? ഡിസ്ലെക്സിയ. ലെക്സി പേന കൊണ്ട് എഴുതുന്നത് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ വായനാ വൈകല്യം. ഇതേതാണ്? ഡിസ്പ്രാക്സിയ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. അതിപ്പോൾ ഓർക്കാനല്ലേ, ഓരോരുത്തരും പ്രാങ്ക് ചെയ്യില്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ടല്ലോ പ്രാങ്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചലിച്ചോണ്ടല്ലേ നമ്മൾ ഒരാളെ പ്രാങ്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡിസ്പ്രാക്സിയ ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രാങ്ക്. ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. അടുത്ത ചോദ്യം, വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിക്കുന്നത് ഓപ്ഷൻ എ വാചിക ബുദ്ധി, ഓപ്ഷൻ ബി ശാരീരിക ചലനപര ബുദ്ധി, ഓപ്ഷൻ സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധി. വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യാം? അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, അവരെ സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും ഒക്കെ ടീച്ചറെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഏത് ബുദ്ധി വികസിക്കുന്നതിനാണ് സഹായകമാവുന്നത്? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വ്യക്തിയാന്തര ബുദ്ധി. ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധിയാണ് അവിടെ വികസിക്കുന്നത്. അടുത്ത ചോദ്യം, രൂപിമകൾ എന്നാൽ എന്താണ്? രൂപിമകൾ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ചെറിയ ശബ്ദശകലങ്ങൾ, ഓപ്ഷൻ ബി ഭാഷാ വികാസത്തിലെ ആദ്യ ഘട്ടം, ഓപ്ഷൻ സി ഭാഷയിലെ വ്യവഹാരം, ഓപ്ഷൻ ഡി അർത്ഥവത്തായ ഭാഷാശകലം. ഓപ്ഷൻ എ ചെറിയ ശബ്ദശകലങ്ങൾ, ഓപ്ഷൻ ബി ഭാഷാ വികാസത്തിലെ ആദ്യഘട്ടം, ഓപ്ഷൻ സി ഭാഷയിലെ വ്യവഹാരം, ഓപ്ഷൻ ഡി അർത്ഥവത്തായ ഭാഷാശകലം. ഏതായിരിക്കും? രൂപിമകൾ എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അർത്ഥവത്തായ ഭാഷാശകലമാണ് രൂപിമകൾ എന്ന് പറഞ്ഞാൽ. രൂപിമകൾ അർത്ഥവത്തായ ഭാഷാശകലം. ഇത് മലയാളത്തിലും വരാറുണ്ട് കേട്ടോ ഈ ഒരു ചോദ്യം. രൂപിമകൾ എന്നാൽ എന്ത്? രൂപിമം എന്ന് ചോദിച്ചിട്ട് മലയാളത്തിൽ വരാറുണ്ട്. എന്താണ്? അർത്ഥവത്തായ ഭാഷാശകലമാണ് രൂപിമകൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികളിൽ ഇല്ലാത്ത സവിശേഷത ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത ഏത്? തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു. ഓപ്ഷൻ എ തൻ്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു. ഓപ്ഷൻ ബി തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ സി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഓപ്ഷൻ ഡി
ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ്. തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വൈകാരിക ബുദ്ധി ഉണ്ടാകുമോ? ഇല്ല അല്ലേ? വൈകാരിക ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ബുദ്ധിമാനത്തിലെ MA, CA എന്നിവ സൂചിപ്പിക്കുന്നത് എന്താണ്? ബുദ്ധിമാനത്തിലെ MA, CA എന്നിവ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ മാനസിക കഴിവുകൾ ആശയപരമായ കഴിവുകൾ. ഓപ്ഷൻ എയിൽ മാനസികപരമായ കഴിവുകളും ആശയപരമായ കഴിവുകളും. ഓപ്ഷൻ ബിയില് പക്വത വയസ്സ് പരുവപ്പെടുത്തിയ വയസ്സ്. ഓപ്ഷൻ സി മാനസിക വയസ്സ് കാലിക വയസ്സ്. ഓപ്ഷൻ സി മാനസിക വയസ്സും കാലിക വയസ്സും. ഓപ്ഷൻ ഡി അമ്മയുടെ വയസ്സ് കുട്ടിയുടെ വയസ്സ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. മാനസിക വയസ്സും കാലിക വയസ്സുമാണ് MAയും CAയും. മാനസിക വയസ്സും കാലിക വയസ്സും. കിരണിന് പട്ടികളെ വളരെ പേടിയാണ്. പട്ടിയെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ രക്ഷകർത്താക്കൾ എപ്പോഴും പറയും. പട്ടികളില്ലാത്ത വേളകളിൽ പോലും ദാ പട്ടി വരുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെ ഞെട്ടിക്കാറുണ്ട്. അന്നേരം അവൻ പേടിച്ച് പരവശനാകും. ഇത് ഏതിന് ഉദാഹരണമാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിരണിന് പട്ടികളെ വളരെ പേടിയാണ്. പട്ടിയെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ രക്ഷകർത്താക്കൾ എപ്പോഴും പറയും. പട്ടികളില്ലാത്ത വേളകളിൽ പോലും ദാ പട്ടി വരുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെ ഞെട്ടിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ സെമാൻറ്റിക് ജനറലൈസേഷൻ. ഓപ്ഷൻ ബി എപ്പിസോഡിക് മെമ്മറി. ഓപ്ഷൻ സി സെൻസറി പ്രീ കണ്ടീഷനിങ്. ഓപ്ഷൻ ഡി ടെമ്പറൽ കണ്ടീഷനിങ്. ഓപ്ഷൻ എ സെമാൻറ്റിക് ജനറലൈസേഷൻ. ഓപ്ഷൻ ബി എപ്പിസോഡിക് മെമ്മറി. ഓപ്ഷൻ സി സെൻസറി പ്രീ കണ്ടീഷനിങ്. ഓപ്ഷൻ ഡി ടെമ്പറൽ കണ്ടീഷനിങ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. സെമാൻറ്റിക് ജനറലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സെമാൻറ്റിക് ജനറലൈസേഷൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെടാത്ത ഘടകം ഏത്? സർഗാത്മകതയുമായി ബന്ധപ്പെടാത്ത ഘടകമാണ് ഓപ്ഷൻ എ ഒറിജിനാലിറ്റി. ഓപ്ഷൻ ബി ഫ്ലുവൻസി. ഓപ്ഷൻ സി ഡിസിപ്ലിൻ. ഓപ്ഷൻ ഡി ഫ്ലെക്സിബിലിറ്റി. ഓപ്ഷൻ എ ഒറിജിനാലിറ്റി. ഓപ്ഷൻ ബി ഫ്ലുവൻസി. ഓപ്ഷൻ സി ഡിസിപ്ലിൻ. ഓപ്ഷൻ ഡി ഫ്ലെക്സിബിലിറ്റി. സർഗാത്മകതയുമായി ബന്ധമില്ലാത്ത ഘടകമാണ്. ഏതാണ്? ഒറിജിനാലിറ്റി ഉണ്ട്, ഫ്ലുവൻസി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ സർഗാത്മകതയുടെ ഘടകങ്ങളാണ്. അപ്പോൾ ഡിസിപ്ലിൻ ആണ് സർഗാത്മകതയുമായി ബന്ധപ്പെടാത്ത ഘടകം. ഓപ്ഷൻ സി ആണ് ആൻസർ. ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല, കാണ്ഡം എന്നിവ അരുൺ കണ്ടെത്തി. ഇത് കണ്ടുനിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മറ്റൊരു ചെടി കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തു. ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് നൽകേണ്ടതെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഏത് പഠന രീതിയായിരിക്കും ഇത്? നമുക്കറിയാലേ, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ ഒരു പഠന രീതിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം ആരുടേതാണ്? അതും നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എ ബ്രോണർ. ഓപ്ഷൻ ബി വൈഗോട്സ്കി. ഓപ്ഷൻ സി സ്കിന്നർ. ഓപ്ഷൻ ഡി നോം ചോംസ്കി. ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ്. വൈഗോട്സ്കി ആണ് ആൻസർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയുടെ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സമഗ്രവും വ്യാപകവുമായ അഭിവൃദ്ധിക്കും വേണ്ടി രൂപം കൊണ്ട ഉടമ്പടിയാണ് ഓപ്ഷൻ എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സർവീസ് ഫോർ ഡിസബിലിറ്റി. ഓപ്ഷൻ സി യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി. ഓപ്ഷൻ ഡി യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾസ്. ഇതിൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയുടെ ഉടമ്പടി പ്രകാരം സമിതിയുടെ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സമഗ്രവും വ്യാപകവുമായ അഭിവൃദ്ധിക്കും വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഉടമ്പടി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്?
യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ്. റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അവിടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ സമഗ്രവും വ്യാപകവുമായ അഭിവൃദ്ധിക്കും വേണ്ടി രൂപം കൊണ്ടതല്ലേ. അതേതാണ്? യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ. കോൾബർഗിന്റെ നൈതികപരമായ കാര്യകാരണം കണ്ടെത്തൽ എന്നത്. കോൾബർഗിന്റെ നൈതികപരമായ കാര്യകാരണം കണ്ടെത്തൽ എന്നത് ഓപ്ഷൻ എ എന്ത്, എപ്പോൾ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയ. ഓപ്ഷൻ ബി ശരി, തെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയ. ഓപ്ഷൻ സി മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയ. ഓപ്ഷൻ ഡി ആര്, എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയ. കോൾബർഗിന്റെ നൈതികപരമായ കാര്യകാരണം കണ്ടെത്തൽ എന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ശരി, തെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയയാണ്. ശരി, തെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താ പ്രക്രിയയാണ് ആൻസറായി വരിക. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. ഓപ്ഷൻ എ കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. ഓപ്ഷൻ ബി കുട്ടിക്കാലം മുതൽ മരണം വരെ. ഓപ്ഷൻ സി ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ. ഓപ്ഷൻ ഡി ജനനപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ. ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. എന്ന് വരെയാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കും. ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ബിന്ദു ടീച്ചർ തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഗണിത വിഷയത്തിലെ താല്പര്യവും പങ്കാളിത്തവും എത്രത്തോളമെന്ന് അറിയാൻ ഒരു പഠനം നടത്താനായിട്ട് തീരുമാനിച്ചു. തന്റെ ക്ലാസ് നടക്കുന്ന വേളയിൽ ഒരാഴ്ചക്കാലം മറ്റൊരു ടീച്ചറുടെ സഹായത്തോടെ ക്ലാസ് നിരീക്ഷണം നടത്താനാണ് തീരുമാനിച്ചത്. നിരീക്ഷണം പഠനത്തിനുള്ള ഒരു ഉപകരണമായി സ്വീകരിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻ എ കുട്ടികളുടെ ശ്രദ്ധ, അവബോധം, ഇന്ദ്രിയജ്ഞാനം എന്നിവ അളക്കാൻ നിരീക്ഷണത്തിലൂടെ സാധിക്കും. ഓപ്ഷൻ ബി നിരീക്ഷണത്തിലൂടെ പ്രഥമ ദൃഷ്ടിയായുള്ള ചില വിവരങ്ങൾ ലഭിക്കും. ഓപ്ഷൻ സി ചുരുങ്ങിയ സമയം കൊണ്ട് ആർക്കും നിരീക്ഷണം നടത്താം. ഓപ്ഷൻ ഡി നിരീക്ഷണമാണ് ഈ പഠനം നടത്തുന്നതിനുള്ള ഏക ഉപകരണം. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. കുട്ടികളുടെ ശ്രദ്ധ, അവബോധം, ഇന്ദ്രിയജ്ഞാനം എന്നിവ അളക്കാനായിട്ട് നമുക്ക് നിരീക്ഷണത്തിലൂടെ കഴിയും അല്ലേ. കുട്ടികളുടെ ശ്രദ്ധ അളക്കാൻ കഴിയും, കുട്ടികളുടെ അവബോധം അളക്കാൻ കഴിയും, ഇന്ദ്രിയജ്ഞാനം അളക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് നിരീക്ഷണത്തിലൂടെ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഭാഷ സ്വായത്തമാക്കാനുള്ള അഭിവാഞ്ച എല്ലാ കുട്ടികളിലും ഉണ്ട്. എല്ലാ കുട്ടികളിലും ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാരാണ്? ഓപ്ഷൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ആൻസർ. എന്നാലും ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ സ്കിന്നർ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ഗാർട്ട്നർ. ആരാണ് ആൻസർ? ഭാഷ സ്വായത്തമാക്കാനുള്ള അഭിവാഞ്ച എല്ലാ കുട്ടികളിലും ഉണ്ട്. എല്ലാ കുട്ടികളിലും ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ സി നോം ചോംസ്കി ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ നൈതിക വികാസവുമായി ബന്ധപ്പെട്ട ഘട്ടമേത്? കോൾബർഗിന്റെ നൈതിക വികാസവുമായി ബന്ധപ്പെട്ട ഘട്ടമേത്? ഓപ്ഷൻ എ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഓപ്ഷൻ ബി ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് സോഷ്യൽ റൈറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് സോഷ്യൽ റൈറ്റ്. സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് സോഷ്യൽ റൈറ്റ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? വികസനം ഗുണാത്മകമാണ്. ഓപ്ഷൻ ബി, വളർച്ച ഘടനാപരമായ മാറ്റങ്ങളെ കുറിക്കുന്നു. ഓപ്ഷൻ സി, വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പൊ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ 3 പ്രസ്താവനകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? വികസനം ഗുണാത്മകമാണ്. ആണോ? വികസനം ഗുണാത്മകമാണ് അല്ലേ? വളർച്ച ഘടനാപരമായ മാറ്റങ്ങളെ കുറിക്കുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണ്, വളർച്ച ഘടനാപരമായ മാറ്റങ്ങളെ കുറിക്കുന്നു. അപ്പൊ അത് ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ സി, വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. അത് ശരിയാണോ? ശരിയാണല്ലേ, വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ, സൂപ്പർ ഈഗോ. ഓപ്ഷൻ ബി, ഈഗോ. ഓപ്ഷൻ സി, ഇത്. ഓപ്ഷൻ ഡി, ലിബിഡോ. ഓപ്ഷൻ എ, സൂപ്പർ ഈഗോ. ഓപ്ഷൻ ബി, ഈഗോ. ഓപ്ഷൻ സി, ഇത്. ഓപ്ഷൻ ഡി, ലിബിഡോ. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഇതാണ്. ഇത് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സൈക്കോളജി ഉൾപ്പെടുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻ എവിടെയും കാണാറുണ്ട്. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് സൂക്ഷ്മ പേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം ഏതാണ്? ഏറ്റവും കുറവ് സൂക്ഷ്മ പേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം. ഓപ്ഷൻ എ, മിനുസമായ തറയിൽ വീണ മഞ്ചാടിക്കുരു പെറുക്കുന്നത്. ഓപ്ഷൻ ബി, തറയിൽ വീണ സൂചി എടുക്കുന്നത്. ഓപ്ഷൻ സി, പേന കൊണ്ട് എഴുതുന്നത്. ഓപ്ഷൻ ഡി, ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത് ഏറ്റവും കുറവ് സൂക്ഷ്മ പേശി ചലനം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം, പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? ഓപ്ഷൻ എ, എപ്പിസോഡിക്. ഓപ്ഷൻ ബി, എക്സ്പ്ലിസിറ്റ്. ഓപ്ഷൻ സി, ഇംപ്ലിസിറ്റ്. ഓപ്ഷൻ ഡി, സെമാൻറ്റിക്. പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയിലാണ്? സെമാൻറ്റിക് ഓർമ്മയാണ്. സെമാൻറ്റിക്. ഓപ്ഷൻ ഡി ആണ്, സെമാൻറ്റിക് ആണ് ആൻസർ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? ഓപ്ഷൻ എ, പ്രതിഭാധനരായ കുട്ടികളാണ്. ഓപ്ഷൻ ബി, പിന്നോക്കക്കാരായ കുട്ടികളാണ്. ഓപ്ഷൻ സി, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളാണ്. ഓപ്ഷൻ ഡി, പെരുമാറ്റ വൈകല്യമുള്ളവളാണ്. വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായാണ് സാമ്യരായി വരിക? പിന്നാക്കക്കാരായ കുട്ടികളുമായാണ് സാമ്യമായി വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ, പിന്നാക്കക്കാരായ കുട്ടികൾ. അടുത്ത ചോദ്യം, പ്രൈമറി തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശം? ഓപ്ഷൻ എ, കുട്ടിയുടെ പഠന പുരോഗതി ഉറപ്പാക്കുക. ഓപ്ഷൻ ബി, രക്ഷിതാക്കളെ അറിയിക്കുക. ഓപ്ഷൻ സി, അധ്യാപകന്റെ ബോധന നിലവാരം ഉറപ്പാക്കുക. ഓപ്ഷൻ ഡി, കുട്ടിയുടെ പഠന പുരോഗതി മേലധികാരിയെ അറിയിക്കുക. പ്രൈമറി തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, കുട്ടിയുടെ പഠന പുരോഗതി ഉറപ്പാക്കുക എന്നതാണ് കുട്ടിയുടെ പ്രൈമറി തലത്തിന്റെ പ്രധാന ഉദ്ദേശം. അടുത്ത ചോദ്യം, 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത്? യശ്പാൽ കമ്മിറ്റി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്ത് പഠനമാണെന്ന്. എന്നാലും ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ, ICT വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി, പഠനം ഉള്ളിലെ നിധി. ഓപ്ഷൻ സി, ഭാരമില്ലാതെയുള്ള പഠനം. ഓപ്ഷൻ ഡി, പരിമിതികളില്ലാത്ത പഠനം. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, ഭാരമില്ലാതെയുള്ള പഠനമാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത്. ഭാരമില്ലാതെയുള്ള പഠനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷന്മാരിൽ നിന്നും
പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതി ഏതാണ്? ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതി. ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ജെൻഡർ ടൈപ്പിംഗ്, ഓപ്ഷൻ സി ജെൻഡർ ഐഡന്റിറ്റി, ഓപ്ഷൻ ഡി ജെൻഡർ ബയാസ്. ഏതായിരിക്കും? ഓരോ സംസ്കാരവും സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതിയാണ് ജെൻഡർ റോൾ. ഓപ്ഷൻ എ ആണ് ജെൻഡർ റോൾ. താഴെ പറയുന്നവയിൽ ഒരു ട്രെയ്റ്റ് ആയി കണക്കാക്കാവുന്നത് ഓപ്ഷൻ എ സംഗീതത്തിലുള്ള താല്പര്യം, ഓപ്ഷൻ ബി സസ്യാഹാരത്തിനോടുള്ള പ്രിയം, ഓപ്ഷൻ സി ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ ഡി ഫാഷൻ വസ്ത്രങ്ങളോടുള്ള ഭ്രമം. ഓപ്ഷൻ ഡി ഫാഷൻ വസ്ത്രങ്ങളോടുള്ള ഭ്രമം. താഴെ പറയുന്നവയിൽ ഒരു ട്രെയ്റ്റ് ആയി കണക്കാക്കാവുന്നത് എന്താണ്? സംഗീതത്തിലുള്ള താല്പര്യം, സസ്യാഹാരത്തോടുള്ള പ്രിയം, ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്, ഫാഷൻ വസ്തുക്കളോടുള്ള ഭ്രമം. ഏതാണ് ഒരു ട്രെയ്റ്റ് ആയി കണക്കാക്കാവുന്നത്? ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബുദ്ധി സിദ്ധാന്തകരമല്ലാത്ത മനഃശാസ്ത്രജ്ഞൻ ആര്? ബുദ്ധി സിദ്ധാന്തകരമല്ലാത്ത മനഃശാസ്ത്രജ്ഞൻ. താഴെ പറയുന്നവയിൽ ബുദ്ധി സിദ്ധാന്തകരമല്ലാത്ത മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ തേഴ്സ്റ്റൺ, ഓപ്ഷൻ ബി കോഹ്ലർ, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി സ്പിയർമാൻ. ഓപ്ഷൻ ബി ആണ് കോഹ്ലർ ആണ് ആൻസർ. ബുദ്ധി സിദ്ധാന്തകരമല്ലാത്ത മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ബി കോഹ്ലർ. അടുത്ത ചോദ്യം ആൻഡ് ലാസ്റ്റ് ചോദ്യമാണ്, 50ാമത്തെ ചോദ്യമാണ്. ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ എ പോസിറ്റീവ് പ്രബലനം, ഓപ്ഷൻ ബി നെഗറ്റീവ് പ്രബലനം, ഓപ്ഷൻ സി അടിസ്ഥാന പ്രബലനം, ഓപ്ഷൻ ഡി ദ്വിതീയ പ്രബലനം. ഏതായിരിക്കും ആൻസർ വരിക? ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ ബി നെഗറ്റീവ് പ്രബലനം. ഓപ്ഷൻ ബി നെഗറ്റീവ് പ്രബലനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 50 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് പറയുക. നിങ്ങൾ നോളജ് വേൾഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോഴേക്കും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഡയറക്റ്റ് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം താങ്ക് യു. എല്ലാവരും ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുക കേട്ടോ. എല്ലാവർക്കും കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.